ലോകത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അനവധിയാണ്. അത്തരത്തിലുള്ളവയിലെ ആദ്യത്തേതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. വിവിധ ലോകരാജ്യങ്ങൾ സഹകരിച്ചാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിലനിർത്തുന്നത്. വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ ചേർന്ന് കൈകാര്യം ചെയ്യുന്ന ബഹിരാകാശ നിലയത്തിന് വേണ്ടി ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത് $150 ബില്യൺ. ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി നിർമ്മിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനേതുപോലെ തന്നെ സൗരയൂഥത്തിലും അതിനു പുറത്തുമുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മറ്റു വസ്തുക്കളും നിരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ചതാണ് ഹബിൾ ടെലിസ്കോപ്പ്. 1990 വിക്ഷേപിച്ച ഹബിൾ 35 വർഷത്തിന് ശേഷം ഇപ്പോഴും മികവാർന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ പ്രപഞ്ചത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഏകദേശം $1600 കോടി ഇതിന്റെ മൂല്യം. ആർക്കിടെക്ചർ ഡൈജസ്റ്റ് അനുസരിച്ച് ഒരു ഉല്ലാസ നൗകയ്ക്ക് $4.8 ബില്യൺ വില വരും. സ്റ്റുവർട്ട് ഹഗ്സ് രൂപകൽപ്പന ചെയ്ത ഈ നൗകയിൽ ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട്. ഒപ്പം ബഹിരാകാശത്ത് നിന്നുമുള്ള ധൂമകേതുക്കളിലെ വസ്തുക്കളും ഡിറാനോസോറസ് ട്രെക്സ് എന്ന ജീവിയുടെ എല്ലിന്റെ ഫോസിലും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത്തരം അത്യപൂർവ വസ്തുക്കൾ ചേർത്ത ഈ ഉല്ലാസ നൗക ആഴക്കടൽ സഞ്ചാരത്തിന് സഹായകമാണ്. ലോകത്തിലെ അതിസമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ മുംബൈയിലെ താമസ സ്ഥലവും ഇത്തരത്തിൽ ഒരുപാട് പണം നൽകി ചിലവഴിച്ചിട്ടുള്ളതാണ്. 27 നിലകളിലായി ഉയർന്നു നിൽക്കുന്ന ആന്റിലയിൽ ഹെലിപ്പാഡുകളും ഒരേ സമയം 50 പേർക്ക് ഇരിക്കാവുന്ന തിയേറ്ററും എല്ലാം ഉണ്ട്. 2010 $2 ബില്യൺ ചിലവഴിച്ചാണ് ആന്റിലയെ പൂർത്തിയാക്കിയത്. വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഈ നിർമ്മിതിയുടെ മൂല്യം ഇടിയുകയല്ല, കുത്തനെ കൂടുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വിമാനമാണ് എയർഫോഴ്സ് 1. ബോയിങ് വിമാന കമ്പനി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾക്ക് പല സവിശേഷതകളുണ്ട്. ബിസിനസ് ഇൻസൈഡർ നൽകുന്ന വിവരം അനുസരിച്ച് ഏകദേശം $4 ബില്യൺ ഈ വിമാനത്തിന്റെ മൂല്യം. അരനൂറ്റാണ്ടോളം ബെൽജിയത്തിന്റെയും ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെയും രാജാവായ കുപ്രസിദ്ധനായ ലിയോപോൾഡ് രണ്ടാമന്റെ സ്വകാര്യ വസതിയാണ് ലിയോപോൾഡ വില്ല. 1902 പണി കഴിപ്പിച്ചതാണ്. 12ഓളം പൂളുകളും ഹെലിപാഡുകളുമുള്ള ഈ വസതി നിരവധി പേർ കൈമാറി ഇപ്പോൾ റഷ്യൻ അതിസമ്പന്നന്റെ മിഖായേൽ പ്രോക്രോവിന്റെ കൈവശമാണുള്ളത്. ഏകദേശം $750 മില്യൺ മൂല്യം ഈ കെട്ടിടത്തിന് ഇപ്പോഴുണ്ടെന്നാണ് ഫോബ്സ് വാരിക കണ്ടെത്തിയിരിക്കുന്നത്.